അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സൂറ ഖുറൈശാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന തജ്വീദ് നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലിഈലാഫി ഖുറൈശ്. ലിഈലാഫി, ഇവിടെ ഹംസക്ക് ശേഷം യാ മദ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 കൗണ്ട് നീട്ടുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ 2 കൗണ്ട് നീട്ടണേ. ഖുറൈഷ്, ഖാഫിനെ ഉയർത്തി ഉച്ചരിക്കും വേണം. പിന്നെ ഖാഫിൻ്റെ സൗണ്ട് ക്ലിയർ ആക്കുക. ഖു, ആ സൗണ്ടിൽ തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. റ ഉയർത്തി ഉച്ചരിക്കണം. ഫതഹയിലാവുമ്പോൾ റ ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ. പിന്നെ നമ്മൾ ഷീനിന് സുക്കൂന് കൊടുത്ത് നിർത്തും. ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. കൽക്കലയുടെ ലെറ്റർ അല്ലല്ലോ, അപ്പോൾ നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് 2, 4, 6 ഹർക്കത്ത് നീട്ടി നിർത്തുക കേട്ടോ. ഖുറൈഷ്. ഓക്കെ. ഈലാഫിഹിം, ഇവിടെ ഹംസക്ക് ശേഷം ഒരു ചിഹ്നം കണ്ടില്ലേ? ഈ ചിഹ്നം നമ്മൾ കെസ്റയെ നീട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹംസക്ക് കെസ്റ വന്നു. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം? 2 കൗണ്ട് നീട്ടണം കേട്ടോ. ഈലാഫിഹിം, ലാമിൻ്റെ കൂടെയും അലിഫ് മദ് ഉണ്ട്. അപ്പോൾ അവിടെയും 2 കൗണ്ട് നീട്ടുക. ഈലാഫിഹിം റിഹ്ലത. റിഹ്ലത, റ കെസ്റ, അപ്പോൾ അവിടെ താഴ്ത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ. റിഹ്ലത, ഹ സുക്കൂനിലാണ്, പക്ഷേ കൽക്കലയുടെ ലെറ്റർ അല്ല. അപ്പോൾ നമ്മൾ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. റിഹ്ലത ശിതാ, ഷീനിന് ശ്രദ്ധ കുറച്ച് കനം കൊടുക്കുക. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഹംസയും അലിഫ് മദ്ദും ഒരേ വേർഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ 4, 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടണം കേട്ടോ. 4, 5 കൗണ്ട് നീട്ടണം. ഇവിടെ ഇതിൻ്റെ പേര് മദ് വാജിബ് മുക്തസിലാണ്. മദ് വാജിബ് മുക്തസിൽ 4, 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടണം കേട്ടോ. മദ്ദശരവും ഹംസയും ഒരേ വേർഡിൽ തന്നെ വന്നാൽ 4, 5 കൗണ്ട് നീട്ടുക. അടുത്തത് നോക്കാം. വസ്വൈഫ്, വാവിന് ഒന്ന് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഒന്ന് സർക്കിൾ ചെയ്തിട്ട് ഉച്ചരിക്കുക. പിന്നെ സ്വാദ് ഉയർത്തി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ ശ്രദ്ധയും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് കനം കൊടുത്തിട്ട് ഉച്ചരിക്കുക. പിന്നെ ഫാക്ക് നമ്മൾ എന്താ ചെയ്യുക? സുക്കൂന് കൊടുത്തിട്ടല്ലേ നിർത്തുക. അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. വസ്വൈഫ്, ഇപ്പോൾ 2, 4, 6 ഹർക്കത്ത് നീട്ടി നിർത്തുക കേട്ടോ. അടുത്ത ആയത്ത് നോക്കാം. ഫൽയഅ്ബുദു. അതിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്. ഹാഫ് സുക്കൂന് കൊടുക്കുക. കൽക്കലയുടെ ലെറ്റർ അല്ലല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. പിന്നെ ദാലിൻ്റെ കൂടെ വാവ് മദ്ദുണ്ട്. അപ്പോൾ 2 കൗണ്ട് നീട്ടുക. റബ്ബ. റബ്ബ, റ ഫതഹ, അപ്പോൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ബാഇന് ശ്രദ്ധ ഉണ്ട്, അപ്പോൾ കുറച്ച് കനം കൊടുക്കുക. ഹാദൽ ബൈത്ത്. ഹാദ, ഇവിടെ ഹാഇൻ്റെ കൂടെ അലിഫ് മദ് ഉണ്ട്. അപ്പോൾ അവിടെ 2 കൗണ്ട് നീട്ടുക. ദാലിൻ്റെ കൂടെ മദ് ഉണ്ട്, പക്ഷേ ആ മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്യും കേട്ടോ. ഹാദൽ ബൈത്ത്. ഓക്കെ. പിന്നെ താന് നമ്മൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തും. അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കുക. പിന്നെ നമ്മൾ താക്ക് സുക്കൂനാവുമ്പോൾ കുറച്ചൊരു എയർ പുറത്തോട്ട് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ഉച്ചരിക്കാൻ. ഹാദൽ ബൈത്ത്, നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കുറച്ച് എയർ പുറത്തോട്ട് പോണ ഒരു സൗണ്ട് കേൾക്കണം കേട്ടോ. ഇനി അടുത്തായിട്ട് നോക്കാം. അല്ലദീ, ലാമിന് ശ്രദ്ധ കൊടുക്കുക, കുറച്ച് കനം കൊടുക്കുക. അല്ലദീ അത്അമഹും, ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. അത് 2 വേർഡുകളിലായിട്ടാണ് വന്നത്. ഹംസ ഒരു വേർഡിലും മദ്ദക്ഷരം മറ്റൊരു വേർഡിലായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ മദ് ജായിസ് മുൻഫസിലാണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞത് മുക്തസിൽ, ഇവിടെ ജായിസ് മുൻഫസിൽ. ഓക്കെ. അപ്പോൾ ഇവിടെ 2, 4 ഹർക്കത്ത് നീട്ടണേ. അത്അമഹും, ഉയർത്തി ഉച്ചരിക്കും വേണം. പിന്നെ കൽക്കലയുടെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഫുൾ സുക്കൂന് കൊടുക്കുക. അത്അമഹും. അത്അമഹും, അയിനിനെ ശ്രദ്ധിക്കുക. അയിനിൻ്റെ മഖ്റജ് ക്ലിയർ ആക്കണേ. തൊണ്ടയുടെ മധ്യഭാഗം കേട്ടോ. അത്അമഹും മിൻ, ഇവിടെ എന്താണ്? മീം സുക്കൂനിന് ശേഷം മീം തന്നെയാണ് വന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇദാം ചെയ്യാണ് കേട്ടോ. മീം സാക്കിനയെ അടുത്ത മീമിലേക്ക് നല്ലോണം ലയിപ്പിച്ചിട്ട് മണിച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. നല്ലോണം മണിച്ചിട്ട്. അത്അമഹും മിൻ ജൂ. പിന്നെ നൂനിന് ശേഷം ജീമാണ് വന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? അവിടെ ഇത് ഇഖ്ഫാ ചെയ്യാണ് കേട്ടോ. നൂനിനെ മറച്ച് വെച്ചിട്ട് മണിച്ചോതാ കേട്ടോ. നൂൻ സാക്കിനെ മറച്ച് വെച്ചിട്ട് നമ്മുടെ നാവ് മുകളിൽ തട്ടാത്ത രൂപത്തിൽ മറച്ച് വെച്ചിട്ട് മണിച്ചോത. ഓക്കെ. അവിടെ ഐനിന് തെൻവീനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തെൻവീനിന് ശേഷം വാവ് വന്നത് കൊണ്ട് നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇദാം ബിഉന്നയാണ് കേട്ടോ. ലയിപ്പിച്ചിട്ട് മണിച്ചോത കേട്ടോ.
ഇദ്ഗാം ബിഉന്ന നൂൻ സാക്കിൻ തൻവീനിനോ നൂൻ സാക്കിനൊക്കെ ശേഷം വാവ് വന്നാൽ എന്താണ് ഇദ്ഗാം ബിഉന്ന മിൻ ജൂഇൻ വആമനഹും ഇവിടെ ഹംസയുടെ കൂടെ അലിഫ് മദ് ഉണ്ട്. അപ്പോൾ അവിടെ 2 കൗണ്ട് നീട്ടുക. ആമനഹും മിൻ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മീം സാക്കിനൊക്കെ ശേഷം മീം തന്നെയാണ് വന്നത്. അപ്പോൾ അവിടെ ഇദ്ഗാമാണ് ലയിപ്പിച്ചിട്ട് മണിക്കുക കേട്ടോ. നല്ലോണം മണിച്ചിട്ട് ലയിപ്പിച്ചോദ. വആമനഹും മിൻ ഖൗഫ് ഇവിടെ നൂനിന് ശേഷം നൂൻ സാക്കിനയ്ക്ക് ശേഷം ഖായാണ് വന്നത്. അപ്പോൾ അവിടെ ഇൽഹാറാണ് നിയമം കേട്ടോ. നൂനിന് വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. മിൻ നൂനിൻ്റെ സൗണ്ട് അവിടെ നല്ലോണം നമുക്ക് കേൾക്കണം. മിൻ ഖൗഫ്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുമ്പോൾ ഫായിന് സുക്കൂന് കൊടുത്തിട്ട് നിർത്തും. അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി. കൽക്കലയുടെ ലെറ്റർ അല്ലല്ലോ. അപ്പോൾ അവിടെ ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് 2 4 ഹർക്കത്ത് നീട്ടി നിർത്താം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സൂറത്തിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് പാരായണം ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.